ഗുഡ് മോർണിംഗ്. ഇത് ഇച്ചിരി ലേറ്റായിട്ടുള്ള ഗുഡ് മോർണിംഗ് ആണ് കേട്ടോ. ഞാൻ ഇന്ന് ഇച്ചിരി താമസിച്ചു. ആക്ച്വലി 9:30 ആയി കേട്ടോ ഇപ്പോൾ സമയം. ലേറ്റായി കാരണം ഞാൻ ഇന്നലെ രാത്രി നന്നായിട്ട് ഉറങ്ങിയിട്ടില്ല, കുറച്ച് അസിഡിറ്റി ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഞാനും അമ്മയും അമ്മൂസും മാത്രമേ ഉള്ളൂ. അച്ഛനും ചിക്കും രാവിലെ 5:30 ആയപ്പോൾ മെഡിക്കൽ കോളേജിൽ പോയി. അച്ഛന് ഇന്നൊരു കാർഡിയോളജി കൺസൾട്ടേഷൻ ഉണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും രാവിലെ പോയേക്കുവാണ് ഹോസ്പിറ്റലിൽ. ഞാൻ വന്നു, എൻ്റെ വാല് വന്നു. എന്തോ നമ്മ കാപ്പി പുട്ടും പയറും പപ്പടം മാത്രം മതി. ഞാൻ ഇപ്പൊ പറഞ്ഞ പുട്ടായിരുന്നു മതിയല്ലോ. ഞാൻ പറഞ്ഞു ഭയങ്കര ഗ്യാസ് വരുന്നു. നിന്ന് വന്ന് ഉറങ്ങിയില്ല. ഞാൻ നല്ല വെളുപ്പാങ്കാലത്ത് ഞാൻ എണീച്ചു. പിന്നെ എണീച്ചിട്ട് കിടന്നപ്പോ ഉറങ്ങിപ്പോയി. കാപ്പി കുടിച്ചെന്ന് പറഞ്ഞേ, കാപ്പി കുടിച്ച് ഇഞ്ചക്ഷൻ എടുത്തു. കാപ്പിയൊക്കെ നേരത്തെ ഒരു കുടിച്ചു. ഇവിടുന്ന് പോയപ്പോ കഴിച്ചിട്ടുണ്ട്. അല്ല, ടോക്കൺ എടുത്തിട്ട് കോപ്പി എടുത്തിട്ട് പോയി 400 ആയതുകൊണ്ട് കാപ്പി കുടിച്ചിട്ട് വെറുതെ ചെരിപ്പ് കൂടണ്ടാവും. ഞാൻ ഫസ്റ്റ് പറഞ്ഞ എനിക്ക് ഉറങ്ങിയിട്ട് ഉറക്കം ഒരു ദിവസം പോയി ഇതുപോലെ ഇട്ട് രാവിലെ ഇപ്പൊ ഒക്കെ ഉറക്കം. ഒരാൾ വന്ന് ഞാൻ ഉറങ്ങി കിടന്നപ്പം എന്റെ കൈ പിടിച്ച് എന്റെ ഫോൺ ഓണാക്കി, ഫിംഗർ പ്രിന്റ് ആയതുകൊണ്ട്. എന്നിട്ട് ഗെയിം കളിച്ചു. ഇന്നത്തെ പയറല്ലേ വേണ്ട ഇപ്പൊ വെച്ച അതല്ല, എന്നും ഒന്ന് വെച്ചാ ബോറടിക്കൂല. നാളെ ചുമന്ന പയർ, ഇന്ന് പച്ചപ്പയർ, മറ്റന്നാ റോസ് പയർ. ഇനി അമ്മയുടെ നെക്സ്റ്റ് പരിപാടി ഈ ഒരു ഏരിയ വൃത്തിയാക്കലാണ്. അവിടെ ഒരു അമ്മിക്കല്ലുണ്ട് കേട്ടോ, കാണുന്നില്ലെന്നേ ഉള്ളൂ. എല്ലാ വീട്ടിലും കാണും അമ്മമാരുടെ സ്റ്റോറേജ് ഏരിയ. ഞാൻ ക്ലീനിങ്ങിന് പോകുന്നില്ല, ജസ്റ്റ് നിങ്ങളൊന്നിടത്ത് കാണിക്കുവാണ്. തീർന്ന പഞ്ചസാര ടിന്ന്, ഇനി നാളെ വാങ്ങിച്ചാലേ ഉള്ളൂ പഞ്ചസാര. നാളെ എല്ലാം എന്തോ ഇട്ട് വെച്ചേക്കുന്ന ടിന്ന്, പിന്നെ മാവിൻ്റെ ടിന്ന്, ഇതൊക്കെയാണ് ഇവിടെ വെച്ചേക്കുന്നത്. എല്ലാ വീട്ടിലും ഇതൊക്കെ തന്നെ ആയിരിക്കും. എന്തായാലും കുറച്ച് നേരം കൊണ്ട് അമ്മ അവിടെ ക്ലീനാക്കി. പക്ഷേ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഈ ഏരിയ പഴയതുപോലെ തന്നെ ആവും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു ക്ലീനിങ് നടക്കുമെന്നേ ഉള്ളൂ. ഇനി ഇതെല്ലാം കഴിയുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റി സാധനങ്ങളെല്ലാം കൂടി തിരിച്ച് വീണ്ടും അമ്മ അവിടെ തന്നെ എടുത്ത് എല്ലാ വീട്ടിലുള്ളത്. നമ്മുടെ രണ്ടുപേര് ഫ്രണ്ടിൽ കിടന്ന് വിളിക്കുന്നുണ്ട്, അങ്ങോട്ടൊന്ന് നോക്കാമേ. ഡോറ, ഓ എന്താ വെയില് വന്ന മക്കളെ. ചാർലി പോയി താഴ്ത്തിച്ചിരി അങ്ങോട്ട് ഇനി കിടക്കുന്നു. അവൻ നിൽക്കുന്നിടത്ത് പകുതി സ്ഥലത്തേ ഉള്ളൂ തണല്, പകുതി വെയിലത്തേ ഉള്ളൂ. എൻ്റെ അടുത്ത ആള് വന്നല്ലോ. കമ്പനിക്കാർ വന്നു. എന്തൊരു സ്നേഹം, എന്തോ എന്തിനാണ് സുന്ദരി? നമുക്ക് ബോൾ കളിക്കാം. ശശിക്ക് നമുക്കറിയാം. അവന് പോകുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. ഇവിടെ അവർ കളിക്കട്ടെ, നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത ദിവസം കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.